എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അങ്ങാടിക്കടയിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ ഒക്കെ അല്ലെങ്കിൽ പൂജാ സ്റ്റോറിൽ നിന്നോ ഒക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഒരു പൊടിയെക്കുറിച്ചാണ്. സിന്തറ്റിക് പെർഫ്യൂമുകളും സ്പ്രേകളും നമ്മുടെ വിപണി കീഴടക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ദിവ്യമായ ഒരു പ്രകൃതിദത്ത സുഗന്ധദ്രവ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു തുള്ളി പുരട്ടിയാൽ ദിവസം മുഴുവൻ മനസ്സിലും ശരീരത്തിലും ഒരുപോലെ ശാന്തതയും പോസിറ്റീവ് എനർജിയും നിറയ്ക്കുന്ന ആ പരമ്പരാഗത സുഗന്ധമാണ് ജവ്വാദ് അഥവാ ജവ്വാദ് പൊടി. എന്താണ് ജവ്വാദ് പൊടി? ഇതിൻ്റെ അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എന്താണ് ജവ്വാദ് പൗഡർ? ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിലും ആത്മീയ ആചാരങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ജവ്വാദിനുള്ളത്. തികച്ചും പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പ്രധാന അടിത്തറ എന്നത് ശുദ്ധമായ ചന്ദനപ്പൊടിയാണ്. ഈ ചന്ദനപ്പൊടിയോടൊപ്പം അപൂർവമായ ചില ഔഷധ സസ്യങ്ങളുടെ വേരുകൾ, സുഗന്ധപ്പൂക്കളുടെ സത്തുകൾ, പ്രകൃതിദത്ത എസൻഷ്യൽ ഓയിലുകൾ എന്നിവ ചേർത്താണ് ജവ്വാദ് പൊടി നിർമ്മിക്കുന്നത്. ഇന്നത്തെ പെർഫ്യൂമുകളെ പോലെ ഇതിൽ യാതൊരുവിധ രാസവസ്തുക്കളോ ആൽക്കഹോളോ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വെറുമൊരു സുഗന്ധദ്രവ്യം എന്നതിലുപരി വലിയൊരു ആത്മീയ പ്രാധാന്യം കൂടി ജവ്വാദിനുണ്ട്. ആത്മീയ ശാസ്ത്രപ്രകാരം ജവ്വാദിൻ്റെ സുഗന്ധം വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും നെഗറ്റീവ് ഊർജങ്ങളെ പുറന്തള്ളാനും സാധിക്കുന്നു. ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഈ സുഗന്ധത്തിന് പ്രത്യേക കഴിവുണ്ട്. മാത്രമല്ല, ജവ്വാദിൻ്റെ ദിവ്യമായ സുഗന്ധം ഐശ്വര്യത്തിൻ്റെ ദേവിയായ മഹാലക്ഷ്മിയെ ആകർഷിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പൂജകൾക്കും ഭസ്മം, ചന്ദനം എന്നിവയോടൊപ്പം ചേർക്കാൻ ജവ്വാദ് വ്യാപകമായി ഉപയോഗിക്കുന്നു. ജവ്വാദ് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. നാച്ചുറൽ പെർഫ്യൂമായി അല്പം ജവ്വാദ് പൊടി കൈവെള്ളയിൽ എടുത്ത് ഒരു തുള്ളി വെള്ളമോ റോസ് വാട്ടറിലോ ചേർത്ത് നന്നായി ചാലിക്കുക. ഇത് കഴുത്തിലോ കൈത്തണ്ടയിലോ പുരട്ടുക. ദിവസം മുഴുവൻ ഇത് നിങ്ങളെ പ്രകൃതിദത്തമായ സുഗന്ധത്തോടെ ഉന്മേഷവാനായി നിലനിർത്തും. വിളക്ക് കൊളുത്തുമ്പോൾ അല്ലെങ്കിൽ ഭസ്മവും ചന്ദനവും തൊടുമ്പോൾ അല്പം ജവ്വാദ് പൊടി കൂടി ഇതിൽ ചേർക്കുന്നത് പൂജാമുറിയെ സുഗന്ധപൂരിതമാക്കും. വസ്ത്രങ്ങൾക്ക് സുഗന്ധം പകരാൻ അലക്കി ഉണങ്ങിയ വസ്ത്രങ്ങൾ വയ്ക്കുന്ന അലമാരികളിൽ ചെറിയ തുണിസഞ്ചികളിലാക്കി ജവ്വാദ് വെച്ചാൽ വസ്ത്രങ്ങളിൽ ദുർഗന്ധം വരാതെ നല്ല സുഗന്ധം ലഭിക്കും. ഇന്നത്തെ സിന്തറ്റിക് സ്പ്രേകളും പെർഫ്യൂമുകളും പലപ്പോഴും അലർജി, തലവേദന, ചർമ്മ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ജവ്വാദ് പൂർണ്ണമായും പ്രകൃതിദത്തമായതിനാൽ ചർമ്മത്തിന് യാതൊരുവിധ ദോഷവും വരില്ല എന്ന് മാത്രമല്ല, സ്ട്രെസ്സും മാനസിക സമ്മർദ്ദവും കുറയ്ക്കാനും മൂഡ് മെച്ചപ്പെടുത്താനും ഇതിൻ്റെ ശാന്തമായ സുഗന്ധം സഹായിക്കും. രാസവസ്തുക്കൾ നിറഞ്ഞ ആധുനിക സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ ഇത്തരം ശുദ്ധമായ പ്രകൃതിദത്ത കൂട്ടുകൾ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളും ഇതുവരെ ജവ്വാദ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.